ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ടൗണിനോടടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയോടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് പെരുമ്പാവൂർ ടൗണിലേക്കുള്ളത്. ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം 16 കിലോമീറ്ററാണ്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് ഭംഗി കൂട്ടുന്നതിനായി നല്ലൊരു വുഡൻ കളർ ടെക്സ്ചറൊക്കെ ഇവിടെ എലിവേഷനിൽ നൽകിയിരിക്കുന്നതും നമുക്ക് കാണാം. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ്. ഇവിടെയായി ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ 3ഓളം കാറുകൾ സുഖമായി നമുക്ക് ഈ വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. ഗാർഡനും മറ്റുമെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഇവിടെയുണ്ട്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കണ്ടില്ലേ, വളരെ വലിയ വിശാലമായൊരു മുറ്റം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മുറ്റം മുഴുവനായി തന്നെ കടപ്പകല്ലുകൾ വിരിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നതിൻ്റെ വർക്ക് കൂടി ഇവിടെ പെൻഡിംഗ് ഉണ്ട്. 4-5 പേർക്കൊക്കെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ സുഖമായി ചേർത്തിരിക്കാവുന്നതാണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2 പാളികളെ കൊടുത്തിരിക്കുന്ന മനോഹരമായൊരു മെയിൻ ഡോർ തന്നെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു നിൽക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മനോഹരമായൊരു ഫോൾ സീലിംഗ് വർക്കും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. അവിടെ നിന്ന് നമ്മളിനി നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയൊരു ഡൈനിങ് ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സ്റ്റെയർവേക്ക് താഴെയായി നല്ല രീതിയിൽ തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിന് താഴെയായി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നില്ല. ചെറിയൊരു ക്രോക്കറി യൂണിറ്റും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതിനായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ നൽകിക്കൊണ്ടാണ് ഇവിടെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ വർക്ക് ഏരിയ ആവശ്യമുള്ളവർക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ള സ്പേസും ഇവിടെ ലഭ്യമാണ്. നമുക്കിനി വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയിൽ കൂടുതൽ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു വാളിലായി ഹൈലൈറ്റ് കളർ കൊടുത്തിരിക്കുന്നതും നമുക്കിവിടെ കാണാം. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ഫോൾ സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും 2 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നതും നമുക്ക് കാണാം. ഭംഗിയുള്ളൊരു ഫോൾ സീലിംഗ് വർക്ക് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോയി നോക്കേണ്ടത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിൽ നമുക്കിവിടെ കാണാം. ഗ്രാനൈറ്റുകളാണ് സ്റ്റെയർവേയിൽ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള മനോഹരമായ വ്യൂയും നമുക്കിവിടെ കാണാം. സ്റ്റെയർവേ കയറി ആദ്യം കടന്നു ചെല്ലുന്നത് നമ്മൾ ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി മനോഹരമായ TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. റൂഫ് ടോപ്പും സൈഡ് ഭാഗവും എല്ലാം മറച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്.
2 പാളികളുള്ള ഒരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നുചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഫോൾ സീലിംഗ് വർക്കും ഈ റൂമിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി നല്ല മനോഹരമായ ഡ്രസ്സിംഗ് യൂണിറ്റും ബിൽഡറിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ വിശാലമായ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതും മുഴുവൻ ഏരിയയും കവർ ചെയ്ത് തന്നെയാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്ത നീളമേറിയൊരു ഹാൻഡ് റെയിലും ഇവിടെ നമുക്ക് കാണാം. ഈവനിങ് ടൈമിലൊക്കെ നല്ല രീതിയിൽ തന്നെ കാറ്റ് ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 69 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.